എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മത്തിക്കറിയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ മത്തി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 2 നെല്ലിക്കയുടെ അളവുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ട്, വാളം പുളി. പിന്നെ 2 മീഡിയം സൈസ് തക്കാളി, ഒരു 10-15 ചുവന്നുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക്. അപ്പോൾ ഞാൻ അത് ചുവന്നുള്ളി മാത്രം ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂണ് മല്ലി, 10 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചുവക്ക വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും അധികം ചേർക്കുന്നില്ല, ഇതുപോലെ പൊടിച്ചാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരകം കൂടി ചേർക്കണം. അപ്പോൾ ഈ സമയത്ത് ഈ ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് ബ്രൗൺ നിറമാക്കി വറുത്തെടുക്കണം. അപ്പോൾ മല്ലിയും മുളകും പെരിഞ്ജീരകവും കൂടി ഒന്ന് ചൂടായി നല്ല ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം. ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് അത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ പൊടിച്ച് വെക്കുന്ന സമയത്ത് മീൻ കറിക്ക് നല്ലൊരു നാടൻ രുചിയൊക്കെ കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കാം. പണ്ട് കാലത്തൊക്കെ നമ്മളിത് അമ്മിയിൽ അരക്കുകയാണ് പതിവ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ ചെറിയ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് ചൂടാകുന്ന സമയത്ത് നമ്മളെ ചുവന്നുള്ളി പൊടിയായി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചുവന്ന ഉള്ളിയാണ് ഇതിൽ മെയിനായിട്ട് ഇതിൽ ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 5 വെള്ളുള്ളി ചെറിയ അരിഞ്ഞതും ഒരു 3-4 പച്ചമുളകും നമ്മൾ കീറിയത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/2 സ്പൂണ് പൊടിയുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായി ഒന്ന് വഴന്ന് കിട്ടാനും ആയിട്ടാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴന്ന് ശരിക്കും ഒന്ന് വെന്ത് വരണം. അപ്പോഴാണ് ആ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ആ തക്കാളി നമ്മൾ പൊടിയായി അരിഞ്ഞാൽ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ മീനിന് നല്ലതുപോലെ പുളി എരിവൊക്കെ നല്ലതുപോലെ വേണം. അപ്പോൾ നമ്മൾ വാളംപുളി മിതമായിട്ട് ചേർക്കുക, ബാക്കി തക്കാളി അങ്ങനെയാണ്. അതിൻ്റെ പുളിരസവും അതിൻ്റെ തിക്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 3-4 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/2 സ്പൂണ് സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടികൾ കൂടി അതിലേക്ക് നമ്മൾക്ക് ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം വെള്ളം നമ്മളിപ്പോൾ ഒഴിക്കുന്നില്ല. ഇനി അതിലേക്ക് നേരത്തെ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ പുളിവെള്ളവും മസാലയും എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരാനായിട്ട് ഞാനിതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു 4-5 മിനിറ്റ് അടച്ച് വയ്ക്കുക, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഉണ്ടല്ലേ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിത് ഗ്രേവി മതിയാവില്ല, അതിനായിട്ട് നമ്മൾക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. ഇപ്പോൾ നമ്മൾ തക്കാളി, ചുവന്നുള്ളി എല്ലാ മസാലയും നല്ലതുപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ബാക്കി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒഴിച്ച വെള്ളം തിളയ്ക്കാൻ വേണ്ടി ഒന്നുകൂടി ഞാൻ ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 മിനിറ്റും കൂടി കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ ഗ്രേവി നമ്മളിവിടെ കണ്ടീഷനായി വന്നിട്ട് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു മണമാണ് വരുന്നത്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ച മീൻ ഇട്ട് കൊടുക്കുക. മീനിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ മീൻ ഇട്ടതിന് ശേഷം നമ്മൾ ഒരിക്കൽ കൂടി ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കണം. അപ്പോഴാണ് അതിൻ്റെ മസാലയൊക്കെ ശരിക്കും അതിലേക്ക് ചേർന്ന് പിടിക്കുള്ളൂ. മീനെല്ലാം നല്ലപോലെ വെന്ത് അതാണ്ടല്ലേ എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മത്തി ഇതുപോലെ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നല്ലൊരു രുചിയായിരിക്കും. നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയൊന്നും പൊടിയൊന്നും അധികം ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ വറുത്ത് പൊടിച്ചുകൊണ്ട് തന്നെ നല്ലൊരു രുചിയായിരിക്കും ചോറിനൊക്കെ.
അപ്പോൾ ഇനി പോരാതെ ഒരല്പം ഉപ്പ് കൂടി കുറവുണ്ടായിരുന്നു, അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ എരിവും പുളിയും ഉപ്പും ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് ഈ മത്തിക്കറിയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് ഗ്രേവി എല്ലാം കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളി പൊടിയായി ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് ഞവണ്ടി അതിൻ്റെ മേലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് നല്ലൊരു രുചിയായിരിക്കും ആ ഉള്ളി ഒരു ഹാഫ് വേവിൽ കടിക്കാൻ. ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാം, എന്നിട്ട് അതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും മതി, പക്ഷേ എങ്ങനെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അടിപൊളി സെറ്റായ മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.